So we were learning about toxicology. Toxic എന്ന് പറയുമ്പോൾ poisonous and ology, it is something that is related to study. So it is a study of the poisonous effect of the drug and other chemicals with emphasis on detection, prevention and treatment of poisoning. So ഒരു ഡ്രഗ് എത്ര കണ്ട് മീൻസ് രോഗങ്ങളെ മാറ്റാനായിട്ട് കൊടുക്കുന്നതാണെങ്കിലും അതിന് കുറേ സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും അല്ലേ. സോ ആ സൈഡ് ഇഫക്ട്സിനെ പഠിക്കുകയും ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുക, മാക്സിമം ഈ സൈഡ് ഇഫക്ട്സിനെ ഒഴിവാക്കാനായിട്ടാണ് അത് പഠിക്കുന്നത് അല്ലേ. സോ ദിസ് ഇസ് ടോക്സിക്കോളജി വേർ വി സ്റ്റഡി ദ പോയ്സണസ് ഇഫക്റ്റ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ് വിത്ത് എംഫസിസ് ഓൺ ഡിറ്റക്ഷൻ, prevention and treatment of poisoning. The next term is pharmacy. So നമ്മൾ പലപ്പോഴും ഫാർമസി അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അവരെന്താ ചെയ്യുക, നമ്മൾ കാണുന്നത് നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ അവർ ആ മരുന്ന് സ്റ്റോക്കിൽ നിന്ന് എടുത്തു തരും അല്ലേ. അത് മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ ഫാർമസിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫാർമസി പഠിക്കുന്ന കുട്ടികൾ ഈ ഒരു ഡ്രഗ് കോമ്പിനേഷൻ ഉണ്ടാക്കാനായിട്ടും പുതിയ മരുന്നുകളെ ഡെവലപ്പ് ചെയ്യാനായിട്ടും കൂടെ ഒപ്പം പഠിക്കുകയും ചെയ്യും. സോ ഒന്ന് കോമ്പൗണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു മരുന്ന് സ്റ്റോക്കിൽ നിന്ന് എടുത്തു തരിക, ആ ഒരു പ്രോസസ്സ്. രണ്ട്, പുതിയ മരുന്നുകളെ ഡെവലപ്പ് ചെയ്യുക, ഈ മരുന്നുകൾ ഉണ്ടാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഫാർമക്കോളജി. ഇറ്റ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് compounding and dispensing drugs or preparing suitable dosage forms for administration to man or animal. So ഇതിനെയാണ് pharmacy എന്ന് പറയുക. It is the art of compounding and dispensing drugs or preparing suitable dosages for use in man or animals. ടെർമിനോളജി എല്ലാം തന്നെ ക്ലിയർ ആയി എന്നെനിക്ക് തോന്നുന്നു. നൗ വിൽ ലേൺ അബൌട്ട് ദ സോഴ്സസ് ഓഫ് ഡ്രഗ്സ്. സോ ബേസിക്കലി ദർ ആർ ടു സോഴ്സസ് ഓഫ് ഡ്രഗ്സ് വിച്ച് ക്യാൻ ബി നാച്ചുറൽ സോഴ്സസ് ആൻഡ് സിന്തറ്റിക് സോഴ്സസ്. സോ ഈ രണ്ട് സോഴ്സുകളിൽ നിന്നാണ് നമ്മളുടെ ഡ്രഗ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദിസ് നാച്ചുറൽ സോഴ്സസ് ആൻഡ് സിന്തറ്റിക് സോഴ്സസ്. ഫസ്റ്റ് അബൌട്ട് നാച്ചുറൽ സോഴ്സസ്. സോ drugs can be obtained from various natural sources like plants. So പ്ലാന്റ്സിൽ നിന്നും കുറേ മെഡിസിൻസ് നമ്മൾക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. ആയുർവേദ, അതുപോലെ കുറേ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ നാച്ചുറൽ തെറാപ്പീസ് ഒക്കെ ഇറ്റ് ഈസ് ബേസിക്കലി ഫോക്കസ്ഡ് ഓൺ പ്ലാന്റ്സ്. അവർ പ്ലാന്റ്സിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരു കെമിക്കൽസ് ഉപയോഗിച്ചാണ് ഡ്രഗ്സ് ഉണ്ടാക്കുന്നതും അത് അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതും. സോ വി ഹാവ് മെനി എക്സാമ്പിൾസ്. Some of the examples are atropine. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് അട്രോപ്പിൻ അല്ലേ. അട്രോപ്പിൻ കിട്ടുന്നത് ബെല്ലഡോണ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്നാണ്. ദ നെക്സ്റ്റ് ഇസ് മോർഫിൻ. മോർഫിനും ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒരു പ്ലാന്റിൽ നിന്നാണ്. മോർഫിയസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ ബാർക്കിൽ നിന്നാണ് മോർഫിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് നാച്ചുറൽ സോഴ്സസ് പ്ലാന്റ്സ്. സം ഓഫ് ദ എക്സാമ്പിൾസ് ആർ അട്രോപ്പിൻ, മോർഫിൻ. ഇനിയും എക്സാമ്പിൾസ് ഉണ്ട്. നമ്മളുടെ കോഫി പ്ലാന്റ് അല്ലേ, നമ്മൾ കോഫി കുടിക്കാനാണ് ഉപയോഗിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം കഫീൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ അല്ലെങ്കിൽ കോഫി ഒരു മെഡിസിൻ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആൻഡ് ദ ഡ്രഗ് ഫോം ഇസ് കഫീൻ. പിന്നെ നമ്മളുടെ ഓപ്പിയം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, പോപ്പി പ്ലാന്റിൽ നിന്നാണ് അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ദർ ആർ n number of plants which are very useful in obtaining drugs. The next is animals. Animals in some of the examples you might need knowing. നമ്മൾക്ക് ഡയബറ്റീസ് ഉള്ള കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഡയബറ്റീസിൽ നമ്മൾ എന്താ കൊടുക്കുക പേഷ്യൻസിന്? ഇൻസുലിൻ കൊടുക്കും. ഇൻസുലിൻ എവിടെ നിന്നാണ് കിട്ടുക? ഇറ്റ് ഇസ് ഫ്രം ആനിമൽ സോഴ്സസ്. ഒന്നെങ്കിൽ പിഗിൻ്റെയോ അല്ലെങ്കിൽ പോർക്കിൻ്റെയോ അല്ലെങ്കിൽ ഹ്യൂമൻ ലിവർ സെൽസിനെ കൾച്ചർ ചെയ്തിട്ടോ അതിൽ നിന്നൊക്കെയാണ് ഈ ഒരു ഇൻസുലിൻ എന്ന് പറയുന്ന ഡ്രഗ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ വൺ ഓഫ് ദ എക്സാമ്പിൾ ഇസ് ഇൻസുലിൻ. ഇനി ഹെപ്പാരിൻ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മളുടെ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ഹെപ്പാരിൻ.
Heparin is also again obtained from an animal source. So these are the examples of drugs obtained from animals like insulin and heparin. ഇനി അടുത്ത നാച്ചുറൽ സോഴ്സ് ആണ് മിനറൽസ്. സോ കുറേ മിനറൽസ് നമ്മൾ ഡ്രഗ്സ് ആയിട്ട് കഴിക്കാറുണ്ട് അല്ലേ? ലൈക്ക് നമ്മളുടെ അയൺ സപ്ലിമെൻറ്റ് നമ്മൾ പലപ്പോഴും എടുക്കാറുണ്ട്. അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ലൈക്ക് I-131 ഒക്കെ നമ്മൾ കീമോതെറാപ്പിയിൽ ഉപയോഗിക്കാറുണ്ട്. സോ ദീസ് ആർ ഓൾ മിനറൽസ് വിച്ച് ആർ യൂസ്ഡ് in order to treat or in order to supplement a disease condition. So minerals some of the classic examples are iron, calcium. ഇതൊക്കെ സപ്ലിമെൻറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോടോപ്സ്. വൺ ഓഫ് ദി എക്സാമ്പിൾ ഇസ് I-131. ഇനി അടുത്ത നാച്ചുറൽ സോഴ്സ് ആണ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും നമ്മൾക്ക് കുറേ ഡ്രഗ്സ് കിട്ടുന്നുണ്ട്. ആൻഡ് സം ഓഫ് ദി എക്സാമ്പിൾസ് ആർ പെനിസിലിൻ. നമ്മളുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടുപിടിച്ച പെനിസിലിൻ, ഇറ്റ് ഇസ് വിച്ച് ഇസ് ഒബ്റ്റെയിൻ ഫ്രം എ മൈക്രോ ഓർഗാനിസം. പിന്നെ സെഫാലോസ്പോറിൻ, ഇറ്റ് ഇസ് യെറ്റ് അനദർ ഡ്രഗ് വിച്ച് ഇസ് ഒബ്റ്റെയിൻ ഫ്രം എ മൈക്രോ ഓർഗാനിസം. ഇനി അടുത്ത നമ്മളുടെ ഡ്രഗാണ് അല്ലെങ്കിൽ നാച്ചുറൽ സോഴ്സ് ആണ് ഹ്യൂമൻസ്. സോ സം ഓഫ് ദ ഡ്രഗ്സ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ഹ്യൂമൻസ് ഓൾസോ. ഏതെങ്കിലും എക്സാമ്പിൾ അറിയോ നിങ്ങൾക്ക്? നമ്മൾക്ക് ഹെപ്പറ്റൈറ്റിസിൻ്റെ ഫോർ എക്സാമ്പിൾ ഒരു ഹെപ്പറ്റൈറ്റിസ് ഉള്ള ഒരു പേഷ്യൻറ്റിൽ നിന്നും നമ്മൾക്ക് നീഡിൽ പ്രിക്ക് ഇഞ്ചുറി കിട്ടി. നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറിയിൽ എന്താ ചെയ്യാന്നല്ലേ. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ ഒരു പ്രിക്കോഷണറി വാഷിങ് അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യും. ഇത് വരാണ്ടിരിക്കാനായിട്ട് ഒരു സാധനം കൊടുക്കും അല്ലേ? എന്താ കൊടുക്കുക? ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എവിടെ നിന്നാണ് കിട്ടുക? It is basically obtained from humans itself. So one of the example of a drug which is obtained from human is immunoglobulins, and there are many other drugs which are obtained. Some of the example is chorionic gonadotropin. So these are the natural sources from which drugs can be obtained. Plants, example atropine, morphine. Animals, insulin, heparin. Microorganisms, penicillins, cephalosporins. Humans, immunoglobulins, chorionic gonadotropin. And minerals, some of the examples are iron, calcium as well as radioisotopes. ഇനി ഒരു സോഴ്സും കൂടി നമ്മൾ പറഞ്ഞിരുന്നു. ഏതാ? സിന്തറ്റിക് സോഴ്സസ്. സോ സിന്തറ്റിക് സോഴ്സസിൽ നിന്നാണ് മജോറിറ്റി ഓഫ് ദി ഡ്രഗ്സ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ദർ ആർ മെനി എക്സാമ്പിൾസ്. സം ഓഫ് ദി എക്സാമ്പിൾ ആർ ക്യുനലോൺ, നിയോസ്റ്റിക്മിൻ എന്ന് പറയുന്ന ഡ്രഗ് ഒക്കെ നമ്മളുടെ സിന്തറ്റിക് സോഴ്സിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. കുറേ കെമിക്കൽസ് കൂട്ടി വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കോമ്പിനേഷൻ വഴിയാണ് ഈ സിന്തറ്റിക് സോഴ്സസ്. So there are two basic sources, natural sources and synthetic sources. Natural sources are plants, animals, microorganisms, humans and minerals, as well as we have synthetic sources. Now coming to the drug nomenclature. So ഒരു ഡ്രഗിന് 3 പേരുകളാണുള്ളത്. നമുക്കൊക്കെ 2 പേരുകൾ ഉണ്ടാവും അല്ലേ? ഒന്ന് ഒഫീഷ്യൽ നെയിം, 2 വീട്ടിൽ നമ്മളെ ഓമനിച്ച് വിളിക്കുന്ന ഒരു പേര്. ചിലപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ബാപ്റ്റിസം നെയിം ഉണ്ടാവാം. സോ അങ്ങനെ നമ്മൾക്കും പല പേരുകളുണ്ടാവും. ഇതുപോലെ തന്നെ ഡ്രഗിനും 3 കാറ്റഗറി ഓഫ് നെയിംസ് ഉണ്ട്. ഇതിൽ 3 കാറ്റഗറിയാണ്: കെമിക്കൽ നെയിം, നോൺ പ്രൊപ്രൈറ്ററി നെയിം ആൻഡ് പ്രൊപ്രൈറ്ററി നെയിം. സോ ഇത് ഓരോന്നും എന്താണെന്ന് കാണാം. ആദ്യത്തേത് കെമിക്കൽ നെയിം. ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കെമിക്കൽ നെയിം എന്ന് പറയുമ്പോൾ എന്താ? ആ ഡ്രഗ് ഏത് കെമിക്കൽ കോമ്പിനേഷനിലാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു പേരിനെ പറയുന്നതാണ് കെമിക്കൽ നെയിം. സോ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സബ്സ്റ്റൻസ് കെമിക്കലി. ഫോർ എക്സാമ്പിൾ പ്രൊപ്പനലോൾ എന്ന് പറയുന്ന ഒരു ഡ്രഗ്, അത് നമ്മൾ കെമിസ്ട്രിയിൽ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. ഓർഗാനിക് കെമിസ്ട്രിയിൽ പ്രൊപ്പനലോളിലെ കെമിക്കൽ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ പറയുക പ്രൊപ്പൻ ടു ഓൾ. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ എക്സാമ്പിൾ ഫോർ കെമിക്കൽ നെയിം. So chemical name, it describes the substance chemically. One of the example is propanolol, which is known as propan-2-ol.